ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിറ്റി ടിപ്സ്. കുറച്ച് നാളായി ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ്. ഒരു വലിയൊരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കുറേ വീഡിയോസ് വരാനുണ്ട്. തായ്ലൻഡ് ട്രിപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് ഈ വീഡിയോ. എയർപോർട്ടിൽ തായ്ലൻഡ് ട്രിപ്പിലേക്ക് പോകണേക്കാളും മുന്നേ എയർപോർട്ടിൽ നടന്ന സംഭവവികാസങ്ങളും കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണേ. ഐ ഗെസ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. ഇപ്പോൾ ഞാൻ പറയുന്ന സംഭവം മാത്രമാണ് ഞാൻ ആഫ്റ്റർ വീഡിയോ പറയുന്നത്, ലൈക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം പറയുന്നത്. ഇനി വരുന്നതെല്ലാം ഈ വീഡിയോ എടുത്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. സോ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത് കമൻറ്റിൽ നിങ്ങൾ പറയാൻ വേണം. സോ ഐ ഹോപ്പ് ദാറ്റ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. യാ, വെൽക്കം ടു അവർ തായ്ലൻഡ് ജേണി വിത്ത് ദിസ് വീഡിയോ ഗൈസ്. ഇതാണ് നമ്മുടെ എർത്ത് ലോഞ്ച്. നമ്മൾ പോയി ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ലോഞ്ചിലാണ്. ഒന്ന് വേഗം വാടാ ഗൈസ്, നമ്മുടെ എയർപോർട്ടിൽ എന്തോ വിള്ളലുണ്ടെന്ന് തോന്നുന്നുണ്ട്. മുകളിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ വെള്ളം കാണാം. ഇവിടെ വെള്ളത്തുള്ളികൾ കാണാം. എയർപോർട്ടിന് എന്തോ പറ്റിയിട്ടുണ്ട്. അധികാരികൾ സൂക്ഷിക്കുക, ഇവിടെ മുകളിൽ വെള്ളമുണ്ട്. ഗൈസ്, നമുക്ക് ലോഞ്ചിൽ കുറച്ച് പേർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ലോഞ്ചിൽ പോകാൻ പറ്റാതെ നമുക്ക് ജസ്റ്റ് അവരുടെ അഭിപ്രായം ചെയ്യാം. എങ്ങനെയുണ്ടായി ഫുഡ്? എങ്ങനെയുണ്ടായി? അല്ല, ചേച്ചിനെ കാണാനല്ല. ഫ്രം പോയാലവിടുന്ന് ലോഞ്ചൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നളിയാ സൂപ്പർ. പിന്നെ വർഗീസിൻ്റെ മാമൻ ആരോ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വയ്യടാ. ജിതിന് എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? പറ ജിതിന്, ഇതിനൊരു വാക്ക്. എനിക്കൊന്നും ഉണ്ടായില്ല. നല്ല എക്സ്പീരിയൻസ്. ജുവൽ, നമുക്കടുത്ത് ജുവലിനോട് ചോദിക്കാം. ജുവൽ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി ഫുഡ്. ബാക്കി തായ്ലൻഡിൽ പോയിട്ട് പറയാം. പിന്നെ ബാറിലെ ഒരു സംഭവം ഉണ്ട്, അമ്മേ സീനാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. അത് എന്താണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. വേറെ ഒന്നും പറയണ്ട. വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനി നവീനോട് ചോദിക്കാം. നവീൻ, എങ്ങനെയുണ്ടായിരുന്നു? നമ്മളിപ്പോൾ ലോഞ്ചിൽ നിന്ന് കിട്ടിയ മെറിൻ്റെയാണ് നമ്മൾ അടിക്കുന്നത്. ലോഞ്ചിൽ നമ്മൾ നൈസായിട്ട് പൊക്കിയത് മെറിൻ്റെയാണ്. അവിടെ വേറെ ഒന്നും കൊള്ളിയിരുന്നു. ഇനി സ്റ്റെവിൻ എന്താണ് പറയാനുള്ളത്? വളരെ നല്ലത് ആണോ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി ബോർഡിംഗ് പാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിലല്ല, നമ്മുടെ ബോർഡിംഗ് സ്ഥലത്തേക്ക് പോവാം. അപ്പം നമ്മൾ കയറാം. ലിഫ്റ്റിന് ചെക്കടാ ഇത് കയറാൻ ശ്രമിക്കുന്നു. അടുത്തായി ബോണി എക്സ്പീരിയൻസ് പറ. ബോണി, എങ്ങനെയുണ്ടായിരുന്നു ലോഞ്ച്? നല്ല ലോഞ്ച്. ചിക്കൻ കറി കുഴപ്പമില്ല. ടെർമിനൽ കഷ്ടപ്പെടുകയാണ് സുഹൃത്തുക്കൾ. ചിക്കൻ കൊള്ളായിരുന്നു. പക്ഷെ എനിക്ക് വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. സുട്ടിക്ക് വളരെ മോശം ഞാൻ എക്സ്പീരിയൻസ്. ഇതിനേക്കാൾ നല്ല ലോഞ്ച് വേറെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇവിടുത്തെ ലോഞ്ച് ഇഷ്ടമായില്ല. എന്താ സുട്ടിയത്? എനിക്ക് ലോഞ്ച് ഒട്ടും ഇഷ്ടമായില്ല. ആൽഫിനോട് എന്തോ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ടിന്റെ ഫോട്ടോ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. ഞാൻ പെട്ടുപോയി. ഞാൻ ബാഗ് എടുക്കാൻ മറന്നുപോയി. ലോഞ്ചിന്ന് പെട്ടുപോയി ഗൈസ്. നിന്നെ ഫോക്കസ് ചെയ്യടാ, നിന്നെ തന്നെ ഫോക്കസ് ചെയ്യാം. ബ്ലൂടൂത്താ ഗൈസ്. അപ്പോൾ നമ്മൾ ഗേറ്റിന് ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു. നേരെ 4 മണിക്ക് ബാങ്കോക്കിൽ എത്തുന്നു. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. നമ്മുടെ നെക്സ്റ്റ് ബോർഡിങ് ഇവിടെയാണ്. ഇവിടെ നിന്ന് നെക്സ്റ്റ് ബോർഡിങ് നമ്മുടെ ഫ്ലൈറ്റാണ്. നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. 5 അശ്വിൻ, നവീൻ,
സ്റ്റെവിൻ ബോളി പിന്നെ ഞാൻ നമ്മളിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ്സ് പോകുന്നത് ഫ്ലൈറ്റ്സ് കാണാം നമുക്ക് ഫ്ലൈറ്റ്സ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എയർ ഏഷ്യ. ഗൈസ് ഇപ്പോൾ ബോർഡിങ് തുടങ്ങി. നമ്മുടെ സോൺ 1 സോൺ 2 വിളിച്ചിട്ടുള്ളൂ. നമ്മുടെ സോൺ 3 കളിക്കുക എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മളോട് അവഗണന കാണിക്കുന്നത്. നമുക്ക് എല്ലാവരും ഭയങ്കര വിഷമമാണ്, നമ്മളോട് അവഗണന കാണിക്കുകയാണ്. ബാക്കിയുള്ള പാസഞ്ചേഴ്സിനും കയറ്റി. ഗൈസ് നമ്മൾ നേരത്തെ ചെക്കിനൊക്കെ ചെയ്താൽ എന്നിട്ട് നമ്മളെ കയറ്റിയില്ല. എല്ലാ പാസഞ്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ. കുറേ സ്റ്റെപ്പുകൾക്ക് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ moving to Bangkok. പോണി എന്താ ഡൗട്ട് പോണി? ഏത് സാധനം? ആ അങ്ങനെ എന്തോ സാധനം തോന്നുന്നത്. പോണി എന്താ ചോദിച്ചറിയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുക. നമസ്തേครับสวัสดีครับനമ്മളെ സീറ്റ് കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ്. From row number 1 to row number 5. Row number 12 and 14 are strictly reserved for seats. We strongly discourage unauthorized നമ്മുടെ seats സീറ്റ്. for the utmost concern. ഗൈസ് നമ്മളപ്പോൾ ഫ്ലൈറ്റ് കയറി. ഇനി നമ്മൾ ബാങ്കോക്കിലായിരിക്കും എത്താം നാളെ 4 മണിക്ക്. അപ്പോൾ ഇനി ബാക്കി വീഡിയോസൊക്കെ നാളെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉറങ്ങട്ടെ. ബൈ, ഗുഡ് നൈറ്റ്.